ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ സീസൺ 1 എൻ്റെ ആയിക്കോണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഷോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഗെയിമിൻ്റെ എൻ്റെ അല്ല എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ്റർലൂഡ് സീസൺ എന്ന് പറയുന്ന ഒരു സീസൺ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ സീസൺ 2 മുമ്പുള്ള വാമപ്പാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫാമിംഗ് ഡയമണ്ട്സാണ് കിട്ടുന്നത്. നമുക്ക് ഡയമണ്ട്സ് ഫാം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എന്തോരം കിട്ടണോ അത്രയും മാക്സിമം കളക്ട് ചെയ്യുക. അതുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സീസണിൽ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് അവർ എഴുതി വെച്ചാണത്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ സീസൺ 1 നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സീസൺ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സീസൺ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഈ ഇൻ്റർലൂഡ് സീസൺ മിസ്സാക്കരുത്. എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങൾ സീസൺ 1 മിസ്സാക്കിയവരാണെങ്കിൽ പോലും. സീസൺ 1 പിന്നെ ഓൾറെഡി ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്ഡേറ്റ് കാണാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സീസൺ 1 ഈസ് ഓവർ, വി ആർ കാൽക്കുലേറ്റിംഗ് യുവർ റിസൾട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. വി ആർ ഗ്ലാഡ് ടു പ്രസൻറ്റ് യു ഇൻ്റർലൂഡ് സീസൺ. അപ്പോൾ വാട്ട്സ് ന്യൂ അടിക്കുക. അപ്പോൾ ഓൾ ഓഫ് യുവർ ഇൻ ഗെയിം അച്ചീവ്മെൻറ്റ്സ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഹാംസ്റ്റർ ടോക്കൺസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അത് സീസൺ 1 ഒരു കാര്യമാണ്. പിന്നെ ഹൗ മെനി ടോക്കൺസ് അടിച്ച് കഴിയുമ്പോൾ വി ആർ കാൽക്കുലേറ്റിംഗ് യുവർ റിസൾട്ട്സ്, ദേ വിൽ ബി റെഡി സൂൺ എന്ന് കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് അടിക്കുക. ആൻഡ് ന്യൂ വാല്യുബിൾ അസറ്റ്സ് ഡയമണ്ട്സ് ആണ് ഈ ഇൻ്റർലൂഡ് സീസണിൽ കിട്ടുന്നത്. വാട്ട് എൽസ് അടിച്ച് കഴിയുമ്പോൾ നൗ ഓൾ സ്കിൻസ് ആർ ഫ്രീ. എല്ലാ സ്കിൻസും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. വാട്ട് എൽസ് വീണ്ടും അടിച്ച് കഴിയുമ്പോൾ ചെക്ക് ഔട്ട് ദ ഹൈലൈറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് സീസൺ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരുടെ ഹൈലൈറ്റ്സ് ആണ്. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഗോ അടിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ബെസ്റ്റ് കാർഡ്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നമുക്ക് സ്വൈപ്പ് ചെയ്ത് കാണാൻ പറ്റും. നമ്മൾ കളക്ട് ചെയ്താണ് ബെസ്റ്റ് കാർഡ്സ് ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ദിവസമായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് 90 ദിവസമായി. പിന്നെ എത്ര കാർഡ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് 1760. പിന്നെ എത്ര കോയിൻ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഗെയിം, അത് നമ്മൾ കളക്ട് ചെയ്യാത്ത കാർഡുകളായിരിക്കും ഇത്. പിന്നെ നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോൾ ദാറ്റ് വാസ് ഓസം, ഷാൽ വി പ്ലേ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്ലേ ഇൻ്റർലൂഡ് സീസൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലേ അടിക്കുക. പ്ലേ അടിച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ ഗെയിംസ് കൊടുത്തിട്ടുണ്ട്. ഈ ഗെയിംസൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഡയമണ്ട്സ് കിട്ടും. ഈ മുകളിലുണ്ടാവും ന്യൂ ടുഡേ എന്ന് പറഞ്ഞിട്ട് ഗെയിംസ് കൊടുത്താണ്. പിന്നെ ഈ മെമ്മറീസിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട സംഭവം തന്നെ വീണ്ടും കാണാൻ പറ്റും. പിന്നെ ഇവിടെ സെയിം ഇത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർ അവർ 0 ആണ്, കാരണം തുടങ്ങിയിട്ടുള്ളൂ ഇൻ്റർലൂഡ് സീസൺ. പിന്നെ ഈ പ്ലേ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗെയിംസ് ഉണ്ട്. ഇത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഡ് കിട്ടും. കോഡ് വെച്ചിട്ട് നമുക്ക് ഡയമണ്ട്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ മിനി ഗെയിംസിൽ പോയി കഴിഞ്ഞാൽ സെയിം പഴയ പോലെയുള്ള പസിൽ ഗെയിമുണ്ട്. പസിൽ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് കിട്ടും. പിന്നെ ഹെക്സാ പസിൽ ഉണ്ട്, അത് കളിച്ചാലും ഡയമണ്ട് കിട്ടും. അത് കുറേശ്ശെയാണ് കിട്ടുള്ളൂ. 0.0012 പെർ സോൾവിങ് ദ മറ്റേ ഒരുമിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ 0.0012 ഡയമണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് കളിച്ചാലും കിട്ടും. പിന്നെ ഇവിടെ മൈൻ കാർഡ് ഉണ്ട്. മൈൻ കാർഡ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മൈൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ പോലെ തന്നെയാണ്. അതിപ്പോൾ പ്ലേ ഗ്രൗണ്ടിലേക്ക് ആക്കി വെക്കണം മൈൻ കാർഡ് എന്നുള്ളത്. പിന്നെ ന്യൂ കാർഡിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഫ്രീ ആണ്. പിന്നെ ഉള്ളതൊക്കെ 1 ഡയമണ്ട് വെച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നോക്കി കഴിയുമ്പോൾ എയർ ഡ്രോപ്പ് സീസൺ 1 പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കുള്ളതാണ്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ വിഡ്രോവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും 5 മണിക്കൂറിനുള്ളിൽ ഈ വിഡ്രോവലിൻ്റെ സെലക്ഷൻ കഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് വിഡ്രോവൽ സെലക്ട് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്യുക. 21-ാം തീയതി, അതായത് ഇന്നാണ് എൻ്റെ ആണത്, 1 മണിയാകുമ്പോഴേക്കും എൻ്റെ ആവും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെയുള്ള ഫ്രണ്ട്സൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ വേറെ അക്കൗണ്ടാണ്, ഇതിൽ ഫ്രണ്ട്സൊന്നുമില്ല. അപ്പോൾ ഇൻവൈറ്റ് ഫ്രണ്ട് അടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ 0.1 ഫോർ യുവർ ഫ്രണ്ട് കിട്ടും. അവർ ടെലിഗ്രാം പ്രീമിയം യൂസ് ചെയ്തവരാണെങ്കിൽ 0.3 കിട്ടും. പിന്നെ ഈ ഏണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാംസ്റ്റർ യൂട്യൂബ് മറ്റേ സെയിം സംഭവം തന്നെ. ഇപ്പോൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഓൾറെഡി പണ്ടേ ലോഗിൻ ചെയ്തതായതുകൊണ്ട് ഇത് ചുമ്മാ ചെക്ക് അടിച്ചാൽ നമുക്ക് 1 ഡയമണ്ട് കിട്ടും. പിന്നെ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വാച്ച് വീഡിയോ അടിച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ചെക്ക് അടിക്കുക. ഇതിങ്ങനെ ചുമ്മാ വാച്ച് വീഡിയോ അടിക്കുക. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ചെക്ക് അടിക്കാനായിട്ട്. ഇതിങ്ങനെ ചുമ്മാ വാച്ച് വീഡിയോ അടിക്കുക. പിന്നെ ജോയിൻ ഫേസ്ബുക്ക് ചുമ്മാ അടിക്കുക. 1 അവർ കഴിയുമ്പോൾ ചെക്ക് അടിക്കുക. അപ്പോൾ 1 ഡയമണ്ട് വെച്ച് കിട്ടും. പിന്നെ ഇവിടെ എക്സും അതുപോലെ തന്നെ, ട്വിറ്ററാണ് എക്സ്.
പിന്നെ ഇവിടെ 3 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ സീസൺ 1 ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചുമ്മാ ചെക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സീസൺ 1 നിങ്ങൾക്ക് 3 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചുമ്മാ ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് അടിക്കാം. പിന്നെ അതുപോലെ ഈ ഇൻവൈറ്റ് 25 ഫ്രണ്ട്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 35 ഡയമണ്ട് കിട്ടും. ആ ഡയമണ്ട് വെച്ചിട്ട് പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് ഈ ന്യൂ കാർഡ്സ് പോയി കഴിയുമ്പോൾ നമുക്ക് കാർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പം എൻ്റെ ഡയമണ്ട് തീർന്നുകൊണ്ടാണ് വേറെ ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തത്. ഇനി ഡയമണ്ട് കിട്ടണം. അപ്പോൾ ഈ കാർഡുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ മറ്റേ സീസൺ 1 കണ്ട കൂട്ട് തന്നെ പ്രോഫിറ്റ് പെർ അവർ കൂടും. ഇവിടെ 0.1 ഡയമണ്ട് പെർ അവറാണ്. അപ്പോൾ നമ്മളൊന്നും ചെയ്യാണ്ട് കിട്ടുന്നതാണ് 0.1 ഡയമണ്ട് പെർ അവർ. ഇതിങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഏൺ ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഭാവിയിൽ വരികയും ഇപ്പോൾ ഏൺ ചെയ്യാൻ പറ്റില്ല. ടാപ്പ് ആൻഡ് ഏൺ ഇല്ല. ജസ്റ്റ് മൈനിങ്ങും ഗെയിം കളിച്ച് മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ മൈനിങ് എന്തായാലും ചെയ്യണം. ഈ പ്ലേ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ മൈൻ കാർഡ്സിൽ പോയി കഴിഞ്ഞാൽ ഡയമണ്ട് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പെർ അവർ കൂടും. അപ്പോൾ നമ്മളൊന്നും ചെയ്യാണ്ട് 3 മണിക്കൂർ നമുക്കൊന്നും ചെയ്യാണ്ട് കിട്ടും. 3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്യണം. 3 മണിക്കൂറത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. 0.1 വെച്ചിട്ട് പെർ അവർ വെച്ചിട്ട് ഇപ്പോൾ 0.1 ആണ് എൻ്റെ. അപ്പോൾ 0.1, 0.2, 0.3 വരെ കിട്ടും. 3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 3 മണിക്കൂറത്തേക്ക് കിട്ടും. അങ്ങനെ അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. ഇൻ്റർലൂഡ് സീസൺ ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ സീസൺ 2 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. മാക്സിമം ഡയമണ്ട്സ് കളക്ട് ചെയ്യാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള എല്ലാ ഗുണങ്ങളും വരുത്താം. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.